RDX രണ്ടാം വിഷയത്തിലേക്ക് കണ്ണൂരുകാർക്ക് അധിക പ്രാതിനിധ്യം എന്ന സംസ്ഥാന സമ്മേളനത്തിലെ വിമർശം ഗൗരവത്തിലെടുക്കാതെയാണ് CPIM സംസ്ഥാന സമ്മേളനം പരിസമാപ്തിയിലെത്തിയത്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് 5 പേരാണ്. 17-ൽ 5 പേർ കണ്ണൂർക്കാർ. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ എന്നിവർ. സംസ്ഥാന തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയിലേക്ക് പുതുതായി 3 പേർ വന്നതിൽ 2 പേരും കണ്ണൂർക്കാരാണ്. കണ്ണൂരിന് അമിത പ്രാധാന്യം നൽകുന്നു എന്നതാണ് നമ്മുടെ അടുത്ത വിഷയം. AK ബാലനും ആനാവൂർ നാഗപ്പനും മാറിയ ഒഴിവിലേക്ക് പാലക്കാട് നിന്നോ തിരുവനന്തപുരത്തു നിന്നോ പുതിയ ആൾ വന്നില്ല എന്നതും ശ്രദ്ധേയമായി. CPIMലെ കണ്ണൂർ അധികാര കേന്ദ്രീകരണം പുതിയ കാര്യമല്ല, പക്ഷേ അതിന് പാർട്ടിയുടെ രൂപീകരണ കാലത്തോളം പഴക്കമുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതായത് നോക്കൂ, CPIMന് സംസ്ഥാന സെക്രട്ടറിമാർ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും അവിടെ നിന്നായിരുന്നു, കണ്ണൂരിൽ നിന്നായിരുന്നു. നമുക്കറിയാം, CH കണാരൻ, തലശ്ശേരി സ്വദേശിയായ CH കണാരൻ 1964 മുതൽ 72 വരെ അവിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഈ പാർട്ടി രൂപീകരണം ഉണ്ടായ ഉടനെ. പിന്നീട് EK നായനാർ കല്യാശ്ശേരിക്കാരനാണ്, കണ്ണൂരുകാരൻ. 1972 മുതൽ 80 വരെ EK നായനാരായിരുന്നു ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന് 1980 തൊട്ട് 92 വരെ ദീർഘകാലം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു. ഈ കണ്ണൂരുകാർ, 2 കണ്ണൂരുകാർ വന്നിട്ട് ഇടക്കാലത്ത് അദ്ദേഹം വളരെ സർവ്വപ്രതാപിയായ CPIM സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹമാണ് ഇതിനൊരു വ്യത്യാസമുള്ള ആൾ. പിണറായി, പിന്നീട് EK നായനാർ കല്യാശ്ശേരിക്കാരനായ EK നായനാർ 92 തൊട്ട് 96 വരെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു. ചടയൻ ഗോവിന്ദൻ ചിറക്കൽ സ്വദേശിയാണ്, അദ്ദേഹം കണ്ണൂർ ഉള്ള ചിറക്കൽ സ്വദേശിയാണ്. അദ്ദേഹം 1996 തൊട്ട് 98 വരെ അദ്ദേഹമായിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇതാണ്, ഇപ്പോൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരു ജനറേഷനിലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന സംസ്ഥാന സെക്രട്ടറി കാലം പിണറായി വിജയൻ്റെതാണ്. പിണറായി വിജയൻ ദീർഘകാലം, അതായത് 98 തൊട്ട് 2015 വരെ അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. നമുക്ക് കാണാം, എല്ലാവരും കണ്ണൂരുകാരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ 2015 തൊട്ട് 2022 വരെ, സമീപകാലം വരെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം അന്തരിക്കുന്നത് വരെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു, തലശ്ശേരിക്കാരനായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ സംസ്ഥാന സെക്രട്ടറി CPIMൻ്റേത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹം അന്തരിച്ചതിന് ശേഷം MV ഗോവിന്ദൻ, മൊറാഴ, കണ്ണൂരിലെ മൊറാഴ സ്വദേശിയായ അദ്ദേഹം 2022 മുതൽ ഇപ്പോൾ വരെയും അദ്ദേഹമാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി. നമുക്ക് കാണാം, അതായത് ഈ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ CPIM എന്ന കേരള പാർട്ടിയുടെ, ഇന്ത്യൻ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ട് കൂടുതൽ കാലം ഇരുന്നത് കണ്ണൂരുകാരാണ്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ. എന്നാൽ അതിനു മുമ്പ് തുടങ്ങുന്നുണ്ട് ഇത് ആദ്യത്തെ നാൽവർ സംഘം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ എന്ന് തേടിയ കാലത്ത് SV ഘാട്ടെ പങ്കെടുത്ത ഒരു യോഗം കോഴിക്കോട് നടന്നപ്പോൾ അതിനകത്ത് ആദ്യത്തെ നാൽവർ സംഘം ഇവരായിരുന്നു. ഇതിൻ്റെ ആദ്യ ആലോചനകൾ നടത്തിയത് അവിടെയായിരുന്നു. കോട്ടയം വൈക്കംകാരൻ P കൃഷ്ണപിള്ള, തിരുവനന്തപുരക്കാരൻ NC ശേഖർ. അതിനകത്ത് കണ്ണൂരുകാരുണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അവിടെ മലപ്പുറം പെരിന്തൽമണ്ണക്കാരൻ EMS, മലപ്പുറം പൊന്നാനിക്കാരൻ K ഗോവിന്ദൻ. ഈ ആദ്യ യോഗം കോഴിക്കോട് വിളിച്ചു ചേർത്തപ്പോൾ അതിനകത്ത് കണ്ണൂരുകാരുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കൂ, പാർട്ടിയുടെ കേരളത്തിൽ ആദ്യ യോഗം നടന്ന കണ്ണൂരിലായിരുന്നു. കർഷക സംഘം പിണറായി പാറപ്പത്ത് നടത്തിയ യോഗത്തെക്കുറിച്ച് ആ പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരെ അറിയാം. പാർട്ടിയുടെ കേരളത്തിൽ ആദ്യ യോഗം നടന്ന കണ്ണൂരിലാണ്, പിണറായിയിലെ പാറപ്പത്ത്. വടവതി അപ്പുക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് നടന്ന യോഗം, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നേരത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ നാട്ടിൽ നടന്ന യോഗത്തിൽ വടവതി അപ്പുക്കുട്ടിയുടെ വീട്ടുമുറ്റത്താണ് യോഗം നടന്നത്. പങ്കെടുത്ത 90-ൽ 70% കണ്ണൂരുകാരായിരുന്നു. കാരണം അന്നൊക്കെ യാത്രാ ബുദ്ധിമുട്ടുകളുടെയുള്ള കാലമാണ്. അവിടെ 70% പേരും, 90 പേരാണ് അവിടെ പങ്കെടുത്തത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും എന്ന് തന്നെ പറയാം കണ്ണൂരുകാർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ ആദ്യ യോഗം അങ്ങനെ കണ്ണൂരിൽ തന്നെയാണ് നടന്നത്. വടവതി അപ്പുക്കുട്ടി, KP ഗോപാലൻ, AK ഗോപാലൻ, CH കണാരൻ എന്നിങ്ങനെ പാറപ്പത്തെ കണ്ണൂരുകാരുടെ എണ്ണം, പിന്നീട് നമുക്കറിയാവുന്ന പേരുകളായിട്ട് മാറിയ എണ്ണം വളരെ വലുതാണ്. അത് പാറപ്പത്ത് സമ്മേളനത്തിന് പിന്നാലെ ചുവരെഴുത്തിലൂടെ പാർട്ടി രൂപീകരിച്ചതായിട്ട് ഈ സംഘം പ്രഖ്യാപിച്ചു. പാർട്ടി രൂപീകരിച്ചു. പാർട്ടി സംസ്ഥാനത്തിൻ്റെ രഹസ്യ കേന്ദ്രമായിട്ട് സെലക്ട് ചെയ്ത് കണ്ണൂർ തന്നെയായിരുന്നു. പിന്നീട് 62-ൽ ആദ്യത്തെ 6 പേര് ഇറങ്ങി വന്ന ആളുകളിൽ ആദ്യത്തെ 6 പേരിൽ EMS മലപ്പുറം സ്വദേശി, VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന്, ഇമ്പിച്ച് ബാവ മലപ്പുറത്ത് നിന്ന്, ഇതിനകത്തും എനിക്ക് തോന്നുന്നു AKG ആണ് കണ്ണൂർ. AKG, CH കണാരൻ, AV കുഞ്ഞമ്പു, 3 പേര് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. അപ്പോൾ കണ്ണൂർ എന്നത് CPIMൻ്റെ ജനിതകത്തിൽ തന്നെയുള്ള ഒരു അധിക പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇവിടെ ആദ്യ കമ്മിറ്റിയിലെ കണ്ണൂരുകാരാണ് നമ്മൾ കാണുന്നത്. AKGയും CH കണാരനും അഴീക്കോടൻ രാഘവനും. ഇതെല്ലാം CPIMകാർക്ക്, ഈ നമ്മുടെ RDX കാണുന്ന ആളുകളിൽ CPIMകാർക്ക് വളരെയേറെ പരിചിതമായ പേരുകളാണിത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. AV കുഞ്ഞമ്പുവും EK നായനാറും അടക്കമുള്ള ആളുകൾ.
കണ്ണൂരിലെ സംസ്ഥാന രഹസ്യ കേന്ദ്രമായിരുന്നു. പാറപ്പുറ സമ്മേളനത്തിന് പിന്നാലെ ചുവരെഴുത്തിലൂടെ പാർട്ടി രൂപീകരിക്കുകയും മറ്റും ചെയ്തു. 89 ഇപ്പോൾ നിലവിലെ കമ്മിറ്റി 89 സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നു. 18 പേരാണ് കണ്ണൂരിൽ നിന്ന്. ശതമാനം നിങ്ങൾ കൂട്ടിയെടുത്തോളണം. ഭൂരിപക്ഷം അല്ലെങ്കിൽ കുറേയേറെ വലിയ ശതമാനമാണത് എന്ന കാര്യം മറക്കരുത്. 18 പേര് കണ്ണൂരിൽ നിന്നാണ്. നിലവിലെ സെക്രട്ടേറിയറ്റാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നതാണ് CPM-ന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഘടകം. അത് തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ അവരുടെ ആസ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്. ആ 17 പേരാണ് അവിടെ ഫുൾ ടൈം എല്ലാ ദിവസവും ഉണ്ടാവുക. അതിൽ 5 പേര് കണ്ണൂരുകാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള 5 പേര് കണ്ണൂരുകാരാണ് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഹർഷൻ, എന്താണ് ഇതിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാം സമഗ്രമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് CPM-മാർക്ക് അല്ലെങ്കിൽ കണ്ണൂരിന് പുറത്തുള്ള CPM-മാർക്ക് വിഷമിക്കാനൊന്നുമില്ല. കാരണം CPM എന്ന പാർട്ടി ഉണ്ടായത് തൊട്ട് ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഇന്ന് മാത്രമല്ല AK ബാലൻ ഇന്ന് പറഞ്ഞത് അതിന് ന്യായീകരണം ഒരു താത്വികമായിട്ട് പറയുകയും ചെയ്തു. ഹർഷന് കണ്ണൂരുകാരനല്ല, സ്വാഭാവികനാണ്. എന്താ പറയുക, ആവേശത്തിലാണ് സനീഷ് ഇതൊക്കെ മൊത്തത്തിൽ അവതരിപ്പിച്ചതെന്ന് എനിക്കറിയാം. മാത്രമല്ല പണ്ട് പറഞ്ഞിട്ടുള്ള പഴയ കഥയിൽ ഈ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ കേരള രാഷ്ട്രീയം മൊത്തം അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു മുമ്പ് സനീഷ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ശരിയാണ്, കണ്ണൂരിന് ഒരു ചരിത്ര പ്രാധാന്യം തന്നെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേരളത്തിലെ വളർച്ചയിൽ എന്ന കാര്യത്തിൽ, ഇന്ത്യയിലെ തന്നെ വളർച്ചയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? കാലം മാറിയല്ലോ. ഈ കാലത്തിന് വേണ്ടതെന്ത് എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ തന്നെയാണ് എങ്ങനെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദിക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് പോരാടേണ്ടത് ഫാസിസത്തിനെതിരെ ആണ് എന്നും ഈ ഫാസിസമായി പരിവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വലിയ പോരാട്ടമാണ് വേണ്ടത് എന്നും പ്രകാശ് കാരാട്ട് പ്രസംഗിച്ച സമ്മേളനമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. ആ സമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശക്തമായ BJP ശക്തമായ ഈ തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ ഈ സെക്രട്ടേറിയറ്റിൽ ആളെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? ഇപ്പം ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്, ഇത് അങ്ങനെ വേണം. ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞു, പാർട്ടിയുടെ ലോജിക്ക് മറ്റൊന്നായിരിക്കും. നമ്മൾ മാറി നിന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെയോ അതല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെയോ ഒക്കെ ഒരു ചിന്തയിലാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ വേറെ ആളുകളുണ്ടായിരുന്നല്ലോ പാലക്കാട് ശക്തമായി പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു MP രാജേഷിനെ പോലെ ഒരാൾ സെക്രട്ടേറിയറ്റിൽ വന്നാൽ എന്താ കുഴപ്പം? അവിടെ ശക്തമായി കൃത്യമായി ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ, അത് തലസ്ഥാന നഗരിയാണ്, അവിടെ സെക്രട്ടേറിയറ്റ് നമുക്കറിയാം, അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സൂക്ഷ്മമായി ഇടപെടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവിടെ BJP. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ദൈനംദിനം സെക്രട്ടേറിയറ്റിൽ ആ നിലയ്ക്ക് ഇടപെടാൻ തക്കവണ്ണമുള്ള ഒരാൾ വേണ്ടിയിരുന്നില്ലേ? നിശ്ചയമായിട്ടും. അതായത് പാലക്കാടും തിരുവനന്തപുരത്തും BJP നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് ആളുകളെ പിൻവാക്കി വെച്ചതുപോലെ തോന്നും. അങ്ങനെയും പറയാം, അത് അവർ സമ്മതിക്കില്ല. അവർ ഏതെങ്കിലും ജില്ല നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതിനകത്താണ് നേരത്തെ AK ബാലൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അത് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഞാനും കുറേ കാലം തലശ്ശേരിയിലായിരുന്നു, ബ്രണ്ണൻകുളയിലാണല്ലോ പഠിച്ചത്. അപ്പോൾ ഈ അവിടെ നിന്ന് വരുന്ന ആളുകളുടെ കേഡർ മൂല്യം കൊണ്ടാണ്, അല്ലാതെ ജനസംഖ്യാനുപാതികമായിട്ട് കൊടുത്തിരിക്കുന്നതല്ല. അങ്ങനെയല്ല ഞങ്ങൾ നിശ്ചയിക്കുക. അവിടെയുള്ള ആളുകളുടെ കേഡർ മൂല്യം കൊണ്ടാണ് അതിനകത്തേക്ക് ആളുകൾ വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കേഡർ മൂല്യത്തിൻ്റെ കാര്യം, കാരണം എന്താണെന്ന് വെച്ചാൽ കേഡർ മൂല്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ പാർട്ടി ആവർത്തിച്ച് വിലയിരുത്തുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പാർട്ടിയുടെ ആ ഒരു സംഘടനാ ചട്ടക്കൂടോ പാർട്ടി വിദ്യാഭ്യാസമോ പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസമോ നേടാതെ ആരൊക്കെയോ മെമ്പർമാരായി വരുന്നു എന്നുള്ളത് സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വിലയിരുത്തലിന് പ്രസക്തി എത്രത്തോളമാണെന്നുള്ളത് കണ്ണൂരിലും ഇതേ പ്രശ്നം ആരോപണമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ നിലയ്ക്കുള്ള ഒരു തിരുത്തൽ വേണ്ടതല്ലേ എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്തൊരു പ്രശ്നം, മൊത്തം സംസ്ഥാന സമിതി അംഗങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാലും ഇവിടെ ഈ പറഞ്ഞ ഏതാണ്ട് 10, 17, 18 പേര് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ബാക്കിയുള്ള ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിനേക്കാൾ വിസ്തൃതമായ ജില്ലകൾ, ജനസംഖ്യയുള്ള ജില്ലകൾ, ജനസംഖ്യ കൂടി നമ്മൾ നോക്കണമല്ലോ, കേഡർമാരുടെ എണ്ണമല്ല, ജനസംഖ്യ നമ്മൾ നോക്കണമല്ലോ. അതായത് ജനസംഖ്യാനുപാതികമായാണോ ഈ പ്രാതിനിധ്യം എന്നുള്ള പ്രശ്നമുണ്ട്. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, പാർട്ടിക്ക് വെളിയിൽ നിൽക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, സാമുദായിക പ്രാതിനിധ്യം. അങ്ങനെ പല വിഷയങ്ങളും പുറത്ത് ചർച്ചയാവും. അതിനകത്ത് ഇപ്പോൾ CPM-ന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ കണ്ണൂർ ചർച്ച ചെയ്യുമ്പോൾ, ഞാൻ കണ്ണൂരുകാരനായതുകൊണ്ട് പറയല്ല, കണ്ണൂർ ചർച്ച ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, K കരുണാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ നിന്നുള്ള ആളുകളാണ്, കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ എപ്പോഴും CPM-കാർ പറയുന്നൊരു കാര്യമാണ്, ഈ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ജില്ല, രാജ്യത്തെ ജില്ല കണ്ണൂരാണെന്നാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള രാജ്യത്തെ ജില്ല ഇതാണ്
കണ്ണൂരാണ് എന്നാണ്. അതിന് ഈ RSSന്റെ ശാഖാ കണക്കുകളൊക്കെ ആയതുകൊണ്ട് RSSന്റെ ശാഖാ കണക്കുകളായതുകൊണ്ട് അത് നമുക്ക് RSS മലപ്പുറത്ത് ഒപ്പം കണ്ണൂരുമുണ്ട്. അല്ല ഉണ്ട്, അതായത് RSSന്റെ കണക്ക് അങ്ങനെ എഴുതി വെച്ച കണക്കല്ല, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. കോൺഗ്രസിനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ. ഇപ്പോൾ അതുമാത്രമല്ല മുഖ്യമന്ത്രിമാരുടെ കാര്യം നോക്കും. അതായത് EK നായനാർ, പിണറായി വിജയൻ തുടങ്ങി കരുണാകരൻ, അതായത് ഇപ്പോൾ EK നായനാരും പിണറായി വിജയൻ കണ്ണൂർകാരനാണ്. ആകെ 13 പേരാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് ഉണ്ടായിരുന്നത്. ആകെ 13 പേര്. അതിൽ 3 പേരും കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാനം ഭരിച്ച രാഷ്ട്രീയ നേതാക്കൾ പിണറായി വിജയനും EK നായനാരും. അവർ രണ്ടുപേരും കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളിലെ ആധിപത്യം എന്നത് ഒരു വസ്തുതയാണ്. അതിന് ചരിത്രപരമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു അടിസ്ഥാനമില്ലാതെ നമ്മൾ പറയാൻ പാടില്ല. എങ്കിലും ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തടക്കം പലതരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളിലൂടെ വന്നത്, പിന്നെ ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുള്ളത്, അങ്ങനെ തൊഴിലാളി കാര്യങ്ങൾ, തൊഴിലാളി സംഘടനകളും യൂണിയനുകളും ഉള്ള അതിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്ന ആളുകൾ കൂടെ ഉള്ളതുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതെല്ലാ നാടിൻ്റെയും സവിശേഷതകളാണ്. പക്ഷേ അതൊക്കെയായിട്ട് ഒരു കാരണമായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഈ ഒരു വിഷയം. ഒരു ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞോട്ടെ സനീഷ്. ഇതിനകത്ത് കണ്ണൂരുകാരെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ, പക്ഷേ ഈ കണ്ണൂർ പാർട്ടി എന്ന നിലയ്ക്ക് അതൊരു ആരോപണമായി എതിരാളികൾ ആവർത്തിച്ച് പറയുന്ന, CPM-നെതിരെ പറയുന്ന ഒരു ആരോപണമാണ്, വിമർശകർ പറയുന്ന ഒരു കാര്യമാണ്. ആ മട്ടിലേക്ക് ചുരുങ്ങി പോകുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഈ സമ്മേളനത്തിൽ ഹർഷകുമാർ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സ്ഥാനവും കണ്ണൂരുകാർ കൊണ്ടുപോകുന്നു. അതെ, അത് മാത്രമല്ല, സമ്മേളനത്തിന്റെ അവസാന ദിവസത്തെ ദൃശ്യം നമ്മൾ പരിശോധിച്ചാൽ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. കാരണം മുന്നിൽ പോകുന്ന ജീപ്പിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് ആരെയാണ്? കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ മാത്രമാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, ഇപ്പോൾ പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ അവിടുന്ന് ഡൽഹിയിൽ നിന്നാണെന്ന് പറയാമെങ്കിലും അദ്ദേഹവും മലയാളി, കേരളത്തിൽ നിന്നുള്ളവർ. അപ്പോൾ നേരത്തെ ഈ വിമർശകർ പറയുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ, പണ്ട് ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും ഉണ്ടായിരുന്ന പാർട്ടി ബംഗാളിൽ അവസാനിച്ചു, പിന്നെ ത്രിപുരയിലും കേരളത്തിലുമായി, പിന്നെ ത്രിപുരയിൽ അവസാനിച്ചു, പിന്നെ കേരളത്തിൽ മാത്രമായി കനലൊരു തരിയായി ഇവിടെ ഒടുങ്ങുന്നു എന്നൊക്കെയുള്ള വിമർശനം വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതിനെ കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിലേക്ക് ഒരു പോയിന്റിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ചൂണ്ടിക്കാണിച്ച ആ ചിത്രം, അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടൊരു മലയാളി പ്രകാശ് കാരാട്ട് നിൽക്കുന്നു, 2 കണ്ണൂരുകാർ പിന്നിൽ നിൽക്കുന്നു. ഇതായിരുന്നു കാര്യം. പരിഹരിക്കുന്ന ആൾക്ക് അതിനുള്ളതും, പക്ഷേ ന്യായീകരിക്കാവുന്ന ആൾക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്. നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാ പ്രദേശങ്ങൾക്കും അതാതിൻ്റെതായ സവിശേഷതകളുണ്ട്. രാഷ്ട്രീയ ബോധ്യങ്ങളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. നേതൃസ്ഥാനങ്ങളിൽ കൂടുതൽ പേർ കണ്ണൂരിൽ നിന്നുള്ളവരാണ് എന്നത് CPIM-നോ കോൺഗ്രസിനോ BJP-ക്കോ അതിലെ പ്രവർത്തകർക്കോ അതൊരു പരിധിയിലപ്പുറം വലുപ്പമുള്ള ചർച്ചാ വിഷയമല്ല എന്ന് നമുക്കറിയാം. ചരിത്രപരമായ കാരണങ്ങളാൽ അതങ്ങനെയാണ് എന്നും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല ഞങ്ങളുടെ പാർട്ടികൾ എന്നും കണ്ട് അങ്ങനെ വിചാരിച്ചാകണം അവരത് അങ്ങനെയൊക്കെ നിലനിർത്തി തന്നെ അവരവരുടേതായ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുകയാണ്.